ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചക്ക മിക്സ്ചറാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചക്ക അരിഞ്ഞത്, ചക്ക മടൽ, ചക്ക കൂഞ്ഞിൽ, ചവിണി, കപ്പലണ്ടി വറുത്തത്, ചക്കപ്പാട, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്. ചൂടായ ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള വറുത്ത് കോരാം. ഇതുപോലെ അത് ഇളക്കി കൊടുക്കാം. ക്രിസ്പി ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കമടൽ വറുത്ത് കോരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്ത് കോരേണ്ടത്. ഇതുപോലെ ചക്കമടലും വറുത്തെടുക്കാം. നേരത്തെ വറുത്തെടുത്ത് വെച്ച ചക്കച്ചുളയ്ക്കൊപ്പം മാറ്റാം. അടുത്തതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുഞ്ഞിൽ വറുത്ത് കോരാം. ഇതുപോലെ ഇളക്കി കൊടുക്കാം. മൂത്തു വരുമ്പോൾ വറുത്തെടുത്ത് വെച്ച സാധനങ്ങൾക്കൊപ്പം ഇതിനെയും മാറ്റാം. ഇനി അടുത്തതായി നമ്മൾ എല്ലാവരും പാഴാക്കി കളയുന്ന ചക്ക ചവിണി വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം: ചവിണി ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. പാകമാകുമ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. അടുത്തതായി ചക്കപ്പാട വറുത്തെടുക്കാം. അതും നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. മൂത്ത് പാകമാകുമ്പോൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച സാധനങ്ങൾക്കൊപ്പം മാറ്റാം. ഇനി അടുത്തത് നല്ല ഫ്രഷായിട്ടുള്ള തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പിലയാണ്. നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇടുമ്പോൾ, അതും വറുത്തെടുത്ത കറിവേപ്പിലയാകുമ്പോൾ നമ്മുടെ മിക്സ്ചറിന് നല്ല സ്മെല്ലായിരിക്കും. വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് ഇപ്പോൾ വറുത്ത് വെച്ച കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം 3-4 നുള്ള കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആരോഗ്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ മിക്സ്ചറാണിത്. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്ക മിക്സ്ചറാണിത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.